ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകൾ AI ആണെന്ന പരാമർശത്തിലൂടെ MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകുകയാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാകുന്നതാണ് ഒഴിഞ്ഞ കസേരകൾ. യോഗി ആദിത്യനാഥ് ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്ന നടപടിയാണെന്നും VD സതീശൻ ആരോപിച്ചു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എന്തെല്ലാം ആരോപണങ്ങളാണ് പ്രധാനമായും MV ഗോവിന്ദനെതിരെ VD സതീശൻ ഉന്നയിച്ചത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാണിച്ച് മാധ്യമപ്രവർത്തകർ രാവിലെ ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു അത് AI നിർമ്മിത വീഡിയോ ആണെന്നുള്ളൊരു വാദം MV ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നത്. ഇതിനാണ് പ്രതിപക്ഷ നേതാവ് ഒരു പരിഹാസ രൂപേണയുള്ള മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒഴിഞ്ഞ കസേരകൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അത്തരം കാഴ്ചകൾ കണ്ടിട്ടും എങ്ങനെയാണ് ഇത് AI ആണ് എന്ന് പറയാൻ സാധിക്കുക? അത്തരം പ്രസ്താവനകളിലൂടെ അങ്ങനെ ഒരു വാദം നടത്തുന്നതിലൂടെ MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനായി മാറുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഈ അയ്യപ്പ സംഗമം ഇത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രഹസനമായി മാറി എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ലോക പ്രശസ്ത സംഗമമായി മാറി എന്നുള്ളൊരു അവകാശവാദവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ലോക പ്രശസ്തമായ ഒരു സംഗമമായി മാറി എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കുന്നതാണോ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഈ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസാ സന്ദേശം വായിച്ചിരുന്നു. അത് എന്തിനാണ് അത്തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്? ഇത് കേരളത്തിലുള്ള മതേതര മനസ്സിനോട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത്തരത്തിൽ നടത്തിയതെന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേക അജണ്ടയോടുകൂടി ചിലർ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരം അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.